ഹലോ ഗൈസ്, ഇൻസ്റ്റൻ്റ് ആയിട്ട് നമ്മുടെ സ്കിന്നിനെ പെട്ടെന്നൊന്ന് ബ്രൈറ്റ് ആക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ നമുക്കൊരു ഫംഗ്ഷനൊക്കെ പോകുന്നതിന് മുന്നേ ജസ്റ്റ് ഒന്ന് നമ്മുടെ സ്കിന്ന് നല്ല ബ്രൈറ്റ് ആയിട്ടിരിക്കണമെന്ന് ആഗ്രഹമുള്ളവർക്കൊക്കെ ട്രൈ ചെയ്ത് നോക്കാൻ പറ്റുന്ന ഒരു സിമ്പിൾ ഫേസ് പാക്കാണ് ഇത്. നമുക്ക് ട്രൈ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ ഇൻസ്റ്റൻ്റ് ആയിട്ട് നമ്മുടെ സ്കിന്നിനൊരു ഗ്ലോ കിട്ടുകയും അതുപോലെ തന്നെ സ്കിന്ന് കുറച്ചും കൂടി ഒന്ന് വൈറ്റ് ആയതുപോലെ നമുക്കത് ഫീൽ ചെയ്യുകയും ചെയ്യാറുണ്ട്. ഫീൽ ചെയ്ത് മാത്രമല്ല നമ്മുടെ സ്കിന്ന് കുറേ കൂടെ ബ്രൈറ്റ് ആക്കാൻ ഇത് സഹായിക്കുന്നുണ്ട്. അപ്പോൾ ഡീറ്റെയിൽഡ് വീഡിയോ കംപ്ലീറ്റ് ആയിട്ട് കണ്ടതിന് ശേഷം മാത്രം യൂസ് ചെയ്ത് നോക്കുക. അപ്പോൾ ഇത് എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടതെന്നൊക്കെ വ്യക്തമായിട്ട് മനസ്സിലാക്കിയതിന് ശേഷം മാത്രമേ ഇത് അപ്ലൈ ചെയ്യാവൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ വീഡിയോ കംപ്ലീറ്റ് ആയിട്ട് കാണാൻ ശ്രമിക്കുക. ഞാനിപ്പോൾ വാഷ് ചെയ്ത് കളഞ്ഞ കംപ്ലീറ്റ് തന്നെ ഫസ്റ്റിലെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അത് എത്രത്തോളം വ്യത്യാസം ഉണ്ടെന്ന് കണ്ടാൽ മനസ്സിലാവുന്നതാണ്. ഹലോ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ സാന്ദ്ര 7. ഹലോ ഗൈസ്, അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് കുറേ ദിവസം കൊണ്ട് ഞാൻ വിചാരിക്കുന്നതാണ്. ഞാൻ ഒരു ഫേസ് പാക്ക് കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് റിസൾട്ട് കിട്ടിയപ്പോൾ ഞാൻ വിചാരിച്ചു എന്തായാലും വീഡിയോ ചെയ്യാമെന്ന്. അപ്പോൾ അതാണ് ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്. ഒരു സിമ്പിൾ ഫേസ് പാക്ക് നിങ്ങളെ പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ്, ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ട് മാത്രമുള്ള വീഡിയോ ആണ്. വലിയ കാര്യങ്ങളൊന്നുമില്ല, വളരെ സിമ്പിളാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഡയറക്റ്റ് വീഡിയോയിലോട്ട് കടക്കാവുന്നതാണ്. അതിനു മുന്നേ കുറച്ചും കൂടി ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഫേസ് പാക്ക് ഏതെങ്കിലും ഉണ്ടോ എന്നൊക്കെ കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്തായാലും കുറച്ചും കൂടി ഈസി ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നതും കുറച്ചും കൂടി എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു ഫേസ് പാക്ക് എന്തായാലും പരിചയപ്പെടുത്താമെന്ന്. അപ്പോൾ അതുകൊണ്ടാണ് വീഡിയോ ചെയ്യാൻ വിചാരിച്ചത്. അപ്പോൾ നമുക്ക് എന്തായാലും വീഡിയോയിലോട്ട് കടക്കാം. അതിന് മുന്നേ എന്നെ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ എൻ്റെ പേര് സാന്ദ്ര, ബ്യൂട്ടി വ്ളോഗറാണ്. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഉറപ്പായിട്ട് സബ്സ്ക്രൈബ് ചെയ്ത് ചാനൽ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് എന്തായാലും പാക്ക് ഉണ്ടാക്കുന്നത് എങ്ങനെ നോക്കാം. ഒന്നും കൂടെ പറയാണ്, ഭയങ്കര എഫക്റ്റീവ് ആയിട്ടുള്ളൊരു പാക്ക് തന്നെയാണ്. പക്ഷേ യൂസ് ചെയ്യുന്ന സമയത്ത് ഞാൻ പറയുന്ന രീതിയിൽ തന്നെ യൂസ് ചെയ്യാൻ നോക്കുക, എങ്കിൽ മാത്രമേ നമുക്ക് ആ ഒരു റിസൾട്ട് കിട്ടുള്ളൂ. നമുക്ക് എന്തായാലും പാക്ക് ഉണ്ടാക്കുന്നതിനെ നോക്കാം. ഹലോ ഗായ്സ്, അതിനായിട്ട് നമ്മൾ ഫസ്റ്റ് എടുക്കുന്നത് രക്തചന്ദനമാണ് എടുക്കുന്നത്. ഇത് മാർക്കറ്റിലൊക്കെ അവൈലബിൾ ആണ്. 40 രൂപ കൊടുത്താലൊക്കെ കിട്ടുന്നതാണ്. ഒറിജിനൽ കട്ടയായിട്ട് നമുക്കിത് വാങ്ങിക്കാൻ കിട്ടുന്നതാണ്, അല്ലെങ്കിൽ പാക്കറ്റിൽ കിട്ടുന്നതാണ്. പിന്നെ നമ്മൾ ചേർക്കുന്ന മുൾട്ടാനി മിട്ടിയാണ്. ഇത് നമുക്ക് വളരെയധികം അവൈലബിൾ ആയിട്ടുള്ള സംഭവമാണ്. സൂപ്പർ മാർക്കറ്റിലും ഒക്കെ നമുക്ക് കിട്ടുന്നതാണ്. പിന്നെ നമ്മൾ ഇട്ട് കൊടുക്കുന്നതാണ് ഓട്സ് ആണ്. ഓട്സ് പൊടിച്ചതാണ് ഇട്ട് കൊടുക്കുന്നത്, അല്ലാതെ മുഴുവനോട് ഇട്ട് കൊടുത്താലും പ്രശ്നമില്ല. പക്ഷേ നമ്മളൊരു ഒരു പാക്കായിട്ട് അപ്ലൈ ചെയ്യുന്ന സമയത്ത് ഇത് പൊടിച്ച് തന്നെ യൂസ് ചെയ്യാൻ നിങ്ങൾ ശ്രമിക്കുക. ഓക്കെ, നിങ്ങളുടെ അവൈലബിലിറ്റി അനുസരിച്ച് അത് യൂസ് ചെയ്യുക. പൊടിച്ചിട്ടില്ലെങ്കിലും വലിയ പ്രശ്നമൊന്നുമില്ല. നമ്മളിവിടെ വെള്ളം വെച്ചിട്ടാണ് ഇത് കുഴച്ച് കൊടുക്കുന്നത്. പിന്നെ എപ്പോഴും ശ്രദ്ധിക്കാനുള്ള വെള്ളം കുറച്ച് മാത്രം ആഡ് ചെയ്ത് കൊടുക്കുക. ഒരുപാട് പെട്ടെന്ന് നമ്മൾ ആഡ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് അത് വെള്ളമായി പോകാനുള്ള സാധ്യതയുണ്ട്. സോ കുറച്ച് കട്ടിയായിട്ട് തന്നെ ഇതിരിക്കണം. അതുകൊണ്ട് തന്നെ നിങ്ങളിങ്ങനെ തന്നെ വെള്ളം കുറച്ച് തന്നെ ആഡ് ചെയ്ത് അപ്ലൈ ചെയ്ത് നോക്കാൻ ശ്രമിക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ, പാക്ക് ഇത്രയേ ഉള്ളൂ. പിന്നെ ഇത് ഫേസിൽ അപ്ലൈ ചെയ്യുന്നതിന് മുന്നേ പാസ്ചറൈസ് ചെയ്യണം, എപ്പോഴും ഞാൻ പറയുന്നത് തന്നെയാണ്, അത് ചെയ്ത് നോക്കണം. അതേപോലെ തന്നെ ഫേസിൽ അപ്ലൈ ചെയ്യുന്നതിന് മുന്നേ ഫേസ് വാഷ് ഇട്ട് നന്നായിട്ട് ഫേസ് ക്ലീൻ ആക്കിയിരിക്കണം. അതായത് നന്നായിട്ട് അഴുക്കൊക്കെ പോയതിന് ശേഷം മാത്രമേ ഫേസിലേക്ക് അപ്ലൈ ചെയ്യൂ. സോപ്പല്ല, ഫേസ് വാഷ് ഇട്ട് തന്നെ ഫേസ് കഴുകിയിരിക്കണം. എന്നിട്ട് നമ്മുടെ ഫേസിൽ ഫുൾ അപ്ലൈ ചെയ്യാം, കഴുത്തിൽ അപ്ലൈ ചെയ്യാം, കയ്യിലും കാലിലും ഒക്കെ അപ്ലൈ ചെയ്യാം. നമ്മുടെ കയ്യിലുള്ള ഈ ക്വാണ്ടിറ്റിയുടെ അവൈലബിലിറ്റി അനുസരിച്ച് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. എവിടെ അപ്ലൈ ചെയ്താൽ നന്നായിട്ട് ബ്രൈറ്റ് ആക്കാൻ സാധിക്കുന്നു. അണ്ടർ ആംസിൽ അപ്ലൈ ചെയ്യാം, പക്ഷേ പ്രൈവറ്റ് പാർട്ടിൽ ഒരിക്കലും ഇത് അപ്ലൈ ചെയ്യാൻ പാടില്ല. അപ്പോൾ അതെടുത്ത് പറയുകയാണ്. പിന്നെ ഇത് നമുക്കിപ്പോൾ ഇത് ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ള ഒരു ഗ്ലോ, അതുപോലെ ഇൻസ്റ്റൻ്റ് ആയിട്ട് സ്കിന്നൊന്ന് വൈറ്റൻ ആക്കാനാണ് സഹായിക്കുന്നത്. ഇത് പെർമനൻ്റ് ആയിട്ട് നിലനിൽക്കില്ല എന്ന് ഞാൻ എടുത്ത് പറയുകയാണ്. കാരണം ഇതൊരു പെർമനൻ്റ് ആയിട്ടുള്ള സംഭവം അല്ല. നമ്മുടെ ആ സമയത്തുള്ള ബ്രൈറ്റ്നസ് മാത്രം കിട്ടും. നമുക്കൊരു ഫംഗ്ഷനൊക്കെ പോയിട്ട് വരുമ്പോൾ അത് സ്കിന്ന് നോർമൽ രീതിയിലേക്ക് മാറി. ഇപ്പം നിങ്ങൾക്കിത് പെർമനൻ്റ് ആയിട്ട് വേണം എന്നൊക്കെ ആഗ്രഹം ഉണ്ടെന്നുണ്ടെങ്കിൽ കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്യാന്നുള്ളത് മാത്രമേ നമുക്ക് ചെയ്യാനുള്ളൂ. ഈ പെട്ടെന്ന് നമുക്ക് സ്കിന്നിന് ബ്രൈറ്റ്നസ് നൽകുന്ന ഒന്നും കണ്ടിന്യൂസ് ആയിട്ട് അങ്ങനെ നിലനിൽക്കാറില്ല. സോ അങ്ങനെ നിങ്ങൾക്ക് നിലനിൽക്കണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്യാന്നുള്ളത് മാത്രമേ നമുക്കൊരു വഴിയുള്ളൂ. അപ്പം നിങ്ങൾക്ക് അങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് അങ്ങനെ ആ ഒരു ബ്രൈറ്റ്നസ് നിലനിൽക്കണം എന്ന ആഗ്രഹം ഉണ്ടെങ്കിൽ എല്ലാ ദിവസവും ഒന്നും വേണ്ട കേട്ടോ. എല്ലാ ദിവസവും അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ സ്കിൻ ഒരുപാട് നമ്മുടെ ഡ്രൈ ആക്കാനുള്ള സാധ്യതയുണ്ട്. കാരണം ഓട്സ് ഉണ്ട്, അപ്പോൾ ഡ്രൈ ആക്കും. അതുകൊണ്ട് ആഴ്ചയിൽ ഒരു 4 ദിവസവും 3 ദിവസം യൂസ് ചെയ്യാം. ഡ്രൈ സ്കിൻ ഉള്ളവർക്കാണെങ്കിൽ 3 ദിവസം, ഓയിൽ സ്കിൻ ഉള്ളവർക്കാണെങ്കിൽ 4 ദിവസം അപ്ലൈ ചെയ്യാൻ മതി. പിന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ വെള്ളത്തിന് പകരം ഡ്രൈ സ്കിൻ ആണെന്നുണ്ടെങ്കിൽ പാലും, അതേപോലെ തന്നെ ഓയിൽ സ്കിൻ ആണെന്നുണ്ടെങ്കിൽ ടൊമാറ്റോയുടെ വെള്ളവും ചേർക്കാവുന്നതാണ്. പിന്നെ കോമ്പിനേഷൻ സ്കിൻ ആണെങ്കിൽ ഇത് രണ്ടിലേതെങ്കിലും ഒന്ന് യൂസ് ചെയ്യാം. പിന്നെ സെൻസിറ്റീവ് സ്കിൻ ആണെങ്കിൽ നോർമൽ വാട്ടർ മാത്രം യൂസ് ചെയ്താൽ മതി. അപ്പോൾ നമ്മൾ നോർമൽ വാട്ടറിലാണ് ഇത് ഫേസ് എല്ലാം വാഷ് ചെയ്തെടുക്കുന്നത്. വേറെ പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നുമില്ല. പിന്നെ നിങ്ങളെപ്പോഴും ശ്രദ്ധിക്കാനുള്ളത് ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ള ബ്രൈറ്റ്നസ് അല്ല, നിങ്ങൾക്ക് പെർമനൻ്റ് ആയിട്ട് വേണമെന്നുണ്ടെങ്കിൽ സൺസ്ക്രീനൊന്നും മസ്റ്റായിട്ട് തന്നെ യൂസ് ചെയ്യുക. അതുപോലെ തന്നെ മോയ്സ്ചറൈസറും മസ്റ്റായിട്ട് യൂസ് ചെയ്യുക. നിങ്ങളുടെ സ്കിൻ ടൈപ്പ് അനുസരിച്ചുള്ള ഫേസ് വാഷ് യൂസ് ചെയ്താൽ മാത്രമേ ആ ഒരു ബ്രൈറ്റ്നസ് കണ്ടിന്യൂസ് ആയിട്ട് നിലനിൽക്കുകയുള്ളൂ. അപ്പോൾ ഇത്തരത്തിലുള്ള ഈ ഒരു കുട്ടി കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിച്ചാൽ മാത്രമേ ആ ഒരു ബ്രൈറ്റ്നസ് കണ്ടിന്യൂസ് ആയിട്ട് നിലനിൽക്കുകയുള്ളൂ. ഇപ്പം ഞാൻ വാഷ് ചെയ്യുമ്പോൾ നിങ്ങൾക്കറിയാം എൻ്റെ പകുതി ഫേസിലും ആ ഒരു കളർ
കളറിലെ ചേഞ്ച് നിങ്ങൾക്ക് മനസ്സിലാവും. ഇപ്പോൾ ഒരു കളർ ഡിസ്ക്രിമിനേഷന് വേണ്ടിയിട്ടല്ല ഞാൻ പറയുന്നത്. നിങ്ങൾക്ക് വേണം എന്ന ആഗ്രഹം ഉണ്ടെങ്കിൽ, ഇപ്പം എനിക്ക് എൻ്റെ പേഴ്സണലി അഭിപ്രായം പറയാം, എൻ്റെ സ്കിന്നിൽ എന്ത് മാറ്റം വരുത്തണമെന്നുള്ളത് എൻ്റെ പേഴ്സണലായിട്ടുള്ള അഭിപ്രായമാണ്. അപ്പോൾ എൻ്റെ സ്കിന്നൊരു ബ്രൈറ്റൻ ആക്കണം, അല്ലെങ്കിൽ എനിക്ക് ഡൾ സ്കിന്ന് വേണം എന്നൊക്കെ ഉള്ളത് എൻ്റെ പേഴ്സണൽ പ്രിഫറൻസ് ആണ്. അപ്പോൾ ഞാൻ എൻ്റെ സ്കിന്നിൽ ചെയ്യണമെന്നുള്ള എൻ്റെ ആഗ്രഹമാണ്. അപ്പോൾ അതാണ് ഞാൻ വീഡിയോ ചെയ്യുന്നത്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ, ഞാൻ ആരെയും നിർബന്ധിച്ചിട്ടില്ല. ആൾക്കാർക്ക് വേണമെന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് അങ്ങനെ താല്പര്യം ഉണ്ടെങ്കിൽ ചെയ്യുക, ഇല്ലാത്തവർക്ക് ഇത് സ്കിപ്പ് ചെയ്യാം. അത്രേ എനിക്ക് പറയാനുള്ളൂ. അപ്പോൾ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ചോദിക്കാം. ഹലോ ഗൈസ്, അപ്പോൾ പാക്കൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. വളരെ സിമ്പിൾ ആയിട്ടുള്ളൊരു കാര്യമല്ലേ, പക്ഷേ നമുക്ക് നല്ല റിസൾട്ട് കിട്ടുന്നതും ആയിരിക്കും. അപ്പോൾ എന്തായാലും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ റിസൾട്ട് എന്തായാലും കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്ത് ചാനൽ ഒരിക്കലും സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ എന്തായാലും നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെയും ബൈ ബൈ.